പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വാക്യം. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. പ്രൈസ് ദി ലോർഡ്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ രോഗികളായിരിക്കുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവരിക. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ പലതരം ദുഃഖപീഡ ഇരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവിധം അവരെ സജ്ജമാക്കുക. ഇതാ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ഇടപെടലുകളുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പലതരത്തിലുള്ള ബന്ധനങ്ങളിലിരുന്ന് പ്രയാസപ്പെടുന്നവരിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിച്ച് ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗപീഠകൾ ഭാരപ്പെടുത്തുന്നവരിൽ നിന്ന് രോഗപീഠകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. പല ദുസ്വഭാവത്തിൻ്റെയും ദുശീലത്തിൻ്റെയും അടിമത്തത്തിൽ കടന്ന് ഞെരുങ്ങുന്നവരിൽ നിന്ന് ദുശീലത്തിൻ്റെ കെട്ടുകൾ
അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നുണ, കള്ളം, വഞ്ചന, മോഷണം, കള്ളസത്യം ഇങ്ങനെയുള്ള തിന്മകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കർത്താവെ ഈ നിമിഷങ്ങളിൽ തിന്മയുടെ കെട്ടുകൾ അഴിച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളത്തരം കാണിക്കാൻ മടിയില്ലാതിരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കള്ളത്തരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ തക്കവിധം ഇപ്പോൾ പരിശുദ്ധാത്മാവെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ കള്ളത്തരം കാണിക്കുന്ന വ്യക്തികൾക്ക് വലിയ നാശം അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നാണ് വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നത്. അത് രാഷ്ട്രീയ നേതാവായാലും ബിസിനസ്സുകാരനാണെങ്കിലും കുടുംബനാഥനാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവനാണെങ്കിലും ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരം കാണിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഗോത്രങ്ങളെ, നഗരസഭയെ കേൾക്കുവിൻ. ദുഷ്ടരുടെ ഭവനത്തിലെ തിന്മയുടെ നിക്ഷേപങ്ങളും ശക്തമായ കള്ള അളവുകളും എനിക്ക് മറക്കാനാകുമോ? കള്ളത്തുലാസും കള്ളക്കട്ടികളും കൈവശം വയ്ക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ? നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ്. നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു. അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ്. അതിനാൽ അതികഠിനമായ പീഡകൾ വലയം ചെയ്യുന്നു. നീ ഭക്ഷിക്കും, എന്നാൽ തൃപ്തി വരികയില്ല. ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല. നീ നീക്കിവെക്കും, എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല. സമ്പാദിച്ചാൽ തന്നെ അത് വാളിനിരയാകും. നീ വിതയ്ക്കും, എന്നാൽ കൊയ്യുകയില്ല. നീ ഒലിവാട്ടും, എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല. നീ മുന്തിരി പിഴിയും, എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല. കാരണം നീ ഓമ്രിയുടെ അനുശാസനങ്ങൾ പാലിച്ചു. ആഹാബ് ഭവനത്തിൻ്റെ ചെയ്തികൾ നീ ആവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തെറ്റ്. നീ ആഹാബ് ഭവനത്തിൻ്റെ പ്രവൃത്തികൾ ആവർത്തിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആഹാബ് രാജാവ്, അദ്ദേഹത്തിന് ദൈവം സമൃദ്ധമായി ധാരാളം നന്മകൾ നൽകിയിരുന്നു. അദ്ദേഹം രാജ്യത്തിൻ്റെ രാജാവ് എന്ന സ്ഥിതി അലങ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്ത് നാബോത്ത് എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് അല്പം ഒരു ചെറിയ പ്ലോട്ട് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആഹാബിൻ്റെ മനസ്സിൽ ഈ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൂടി എനിക്ക് വേണം എന്ന മോഹമുണ്ടായി. അത് കള്ളത്തരത്തിലൂടെ അവൻ സ്വന്തമാക്കി. അതിന് അവൻ്റെ ഭാര്യ കൂട്ടുനിന്നു. അതിന് ആ നഗരത്തിലെ ന്യായാധിപന്മാർ കൂട്ടുനിന്നു, നേതാക്കന്മാർ കൂട്ടുനിന്നു. അങ്ങനെ കള്ളത്തരത്തിലൂടെ രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ സ്വന്തമാക്കി. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കാൻ ഇടവരുത്തി. നാബോത്തിനെ കൊല ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കാൻ ഇടവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഹാബ് യുദ്ധത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ട് അസ്ത്രമേറ്റ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ചോര വാർന്നൊഴുകി രഥത്തിൽ കിടന്ന് ചോര വാർന്ന് അവൻ മരിക്കുകയും അവൻ്റെ രക്തം രഥത്തിൽ നിന്ന് ഒഴുകി അങ്ങനെ ആ രക്തം നായ്ക്കൾ നക്കി കുടിക്കുകയും ആ രക്തം ഒഴുകി ചെന്ന വെള്ളത്തിൽ കിടന്ന് വേശികൾ മുങ്ങിക്കുളിക്കുകയും ചെയ്തുവെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. അനർഹമായ സമ്പത്ത് കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അടിത്തറകൾ പോലും ദഹിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. കള്ളത്തരത്തിലൂടെ അനർഹമായ സമ്പത്ത് നേടുന്ന ഒരു ഭവനത്തിൻ്റെ അടിത്തറകൾ പോലും ദ്രവിച്ചു പോകാൻ തക്കവിധം ദൈവത്തിൻ്റെ ശക്തി ആ ഭവനത്തിൽ രൂപാന്തരപ്പെടും.
അനുഗ്രഹിക്കുന്ന ശക്തി, വളർത്തുന്ന ശക്തി, ഉയർത്തുന്ന ശക്തി കള്ളത്തരം കാണിക്കുന്ന, വഞ്ചന കാണിക്കുന്ന, മോഷ്ടിക്കുന്ന മോഷ്ടാക്കളുടെ ഭവനത്തിൽ അത് അതിശക്തമായ ദഹിപ്പിക്കുന്ന അഗ്നിയായി അവർ ദഹിച്ച് 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 ചാമ്പലാകുന്നത് വരെ ആ ഭവനത്തിൽ തന്നെ കുടികൊള്ളും. ഇതൊരു നിസ്സാരമായ തെറ്റല്ല. നീ ഇഷ്ടം പോലെ മോഷ്ടിക്കുന്നുവോ? നീ ഇഷ്ടം പോലെ കള്ളത്തരം കാണിക്കുന്നുവോ? നീ ഇഷ്ടം പോലെ അനർഹമായ സമ്പത്ത് കൈവശമാക്കുന്നുവോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബത്തിൻ്റെ അടിത്തറ വരെ ദഹിച്ചു പോകുന്ന വലിയൊരു തെറ്റാണിത്. ഇതിനെക്കുറിച്ച് സക്കറിയ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ. നീ എന്തു കാണുന്നു? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. ഒരു പറക്കുന്ന ചുരുൾ പ്രവാചകനെ ദൈവം കാണിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചക, നീ ഇപ്പോൾ എന്ത് കാണുന്നു? പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറക്കുന്ന ഒരു ചുരുൾ കാണുന്നു. അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഈ ചുരുൾ ശാപമാണ്. ഈ ചുരുൾ ദേശം മുഴുവനുമുള്ള ശാപമാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ ദേശത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇതിനർഹമായ, ഇതിനിഷ്ടമുള്ള ഇതിൻ്റെ ഭവനത്തിൽ ചെന്ന് ഇത് വസിക്കും. ഹല്ലേലൂയ. ഈ ചുരുൾ ഏതൊക്കെ ഭവനങ്ങളിലാണ് ചെന്ന് വസിക്കുന്നത്? അതാണ് അടുത്ത വാക്യം. വചനം പഠിപ്പിക്കുകയാണ്, മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനുമാണ് ഈ ചുരുൾ. മോഷ്ടിക്കുന്നവൻ്റെയും കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിൽ പോയി ഈ ചുരുൾ വസിക്കും. ഈ ചുരുൾ വസിച്ചാൽ എന്താണ് ആ ഭവനത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം? വചനം പഠിപ്പിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയച്ചിരിക്കുന്നു. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം ദഹിപ്പിക്കുന്നത് വരെ, എല്ലാം നശിപ്പിക്കുന്നത് വരെ അത് അവിടെ ആ വീട്ടിൽ വസിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുരുൾ ഏത് വീട്ടിലാണ് വസിക്കുക? വചനം പഠിപ്പിക്കുന്നു, കള്ളത്തരം കാണിക്കുന്നവൻ്റെയും മോഷ്ടിക്കുന്നവൻ്റെയും കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അത് കടന്നു വരും. അത് ആ വീട്ടിൽ വസിക്കും. ആ വീടിൻ്റെ കല്ലും തടിയും അടിത്തറകളും എല്ലാം ദഹിച്ചു പോകുന്നത് വരെ ആ വീട്ടിൽ അത് വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്, ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. തൻ്റെ വിസർജന വസ്തു നശിച്ചു പോകുന്നത് പോലെ കള്ളത്തരം കാണിക്കുന്നവനും മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും വഞ്ചന കാണിക്കുന്നവനും നശിച്ചു പോകും. ഇന്ന് നമ്മൾ കണക്കിൽ കള്ളത്തരം കാണിക്കുമ്പോൾ, നമ്മുടെ ഓഫീസിൽ നിന്ന് കള്ളത്തരം കാണിക്കുമ്പോൾ, ഗവൺമെൻറ്റിനോട് കള്ളത്തരം കാണിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ കള്ളത്തരം കാണിക്കുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ ഇത് വലിയൊരു തിന്മയാണെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കള്ളത്തരത്തിൻ്റെയും മോഷണത്തിൻ്റെയും സ്വഭാവത്തെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കഴുകി കളയണമേ. ഞങ്ങളുടെ മക്കളെ കള്ളത്തരത്തിൽ നിന്ന് രക്ഷിക്കണമേ. കള്ള സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ കുടികൊള്ളുന്ന കള്ളത്തരത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ ആരിലെങ്കിലും കള്ളത്തരത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെങ്കിൽ, നുണയുടെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെങ്കിൽ, മോഷ്ടിക്കുന്നതിൻ്റെ മോഷണത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെങ്കിൽ, വഞ്ചനയുടെ ആത്മാവ് കുടികൊള്ളുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന്, സഹിയോൻ ടീമിനോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ, കുടുംബങ്ങളെ പ്രാർത്ഥിക്കുക.
കുടുംബങ്ങളെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കുടുംബങ്ങളിൽ കുടികൊള്ളുന്ന ഇങ്ങനെയുള്ള അതിൻ്റെ മണ്ണ് വരും ദഹിപ്പിച്ച് കളയുന്ന കല്ലും തടിയും ദഹിപ്പിക്കുന്ന ശക്തികൾ മാറിപ്പോകട്ടെ. അതിനുവേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സഭയിലെ എല്ലാ വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് മോഷണത്തിൻ്റെയും വഞ്ചനയുടെയും കള്ളത്തരത്തിൻ്റെയും അരൂപികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുപ്പം മുതൽ നുണയും കള്ളത്തരവും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് വഞ്ചനയിലും കള്ളത്തരത്തിലും തഴങ്ങിപ്പോയ ജീവിതങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടുകളഴിച്ച് വിടുവിക്കുന്നു. ദുഷ്ടാത്മാവേ, വഞ്ചനയുടെയും മോഷണത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ദുരാത്മാവേ, ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിൻ്റെ നാമത്താൽ ഓരോ ഭവനത്തെയും മുദ്ര ചെയ്യുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ ഓരോ മക്കളെയും മുദ്ര ചെയ്യുന്നു. സ്വഭാവത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, സത്യത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, നേർവഴിയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരത്തിൻ്റെ മേഖലകളിൽ നിന്ന് വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തോട് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 4:28, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, മരിക്കേണ്ടി വന്നാലും നുണ പറയരുത്, മരിക്കേണ്ടി വന്നാലും കള്ളത്തരം കാണിക്കരുത്, മരിക്കേണ്ടി വന്നാലും മോഷണത്തിന് വിധേയനാകരുത്, മോഷ്ടിക്കരുത്, മരിക്കേണ്ടി വന്നാലും കള്ളസത്യം ചെയ്യരുത്, മരിക്കേണ്ടി വന്നാലും വ്യാജമാർഗത്തെ അവലംബിക്കരുത്. ഇത് ദൈവവചനത്തിൻ്റെ പ്രബോധനമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. കർത്താവേ, കുടുംബത്തിൽ നിന്ന് കള്ളത്തരം വിട്ടുപോകുന്നില്ല. എത്ര പറഞ്ഞിട്ടും മക്കൾ നേരായ മാർഗത്തിലേക്ക് വരുന്നില്ല. മോഷണത്തിൻ്റെ പിടിയിൽ, മോഷണ സ്വഭാവത്തിൻ്റെ പിടിയിൽപ്പെട്ടുപോയ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കള്ളത്തരം പറയുകയും തൊട്ടതിനും പിടിച്ചതിനെല്ലാം നുണ പറയുകയും ചെയ്യുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, നേരായ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാലും ഓഫീസിലും തൊഴിൽ മേഖലകളിലും കള്ളത്തരം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലെ അവിടുന്ന് കാണണമേ. എത്രമാത്രം സത്യസന്ധമായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാലും കള്ളത്തരം ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ വേദന ഇപ്പോൾ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അനേകർ സത്യത്തിലും വിശുദ്ധിയിലും ജീവിച്ചതുപോലെ സത്യത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഈ നിമിഷങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്ത് സത്യം പുലരാൻ ഇടവരുത്തണമേ. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി കുടുംബത്തിൽ നിന്ന് അസത്യത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയാൻ, കുടുംബത്തിൽ നിന്ന് അസത്യത്തിൻ്റെ ദുർബോധങ്ങൾ വിട്ടുപോകാൻ, കുടുംബത്തിൽ നിന്ന് അസത്യത്തിൻ്റെ ആത്മാവ് വിട്ടുപോകാൻ, വംശത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ദേശത്തു നിന്നും അസത്യത്തിൻ്റെ ആധിപത്യങ്ങൾ തകർന്നു പോകാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അഗ്നി സമാനമായ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് എത്ര ശ്രമിച്ചിട്ടും എടുത്തു മാറ്റാൻ പറ്റാത്ത അസത്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും നുണയുടെയും വഞ്ചനയുടെയും മോഷണത്തിൻ്റെയും അവസ്ഥകൾ യേശുവിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും തൊഴിൽ മേഖലകളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കള്ളത്തരത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. മോഷ്ടാക്കളെയും മോഷണത്തിന് പ്രേരിപ്പിക്കുന്ന അരൂപികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. കള്ളത്തരവും വഞ്ചനയും സ്ഥിര സ്വഭാവമാക്കിയിരിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുമാറി പോകട്ടെ. എല്ലാ തിന്മയുടെ അരൂപികളെ, പ്രത്യേകിച്ച് അന്ധകാരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന, കള്ളത്തരത്തിലേക്കും അശുദ്ധിയിലേക്കും അസത്യത്തിലേക്കും ദൈവമക്കളെ വലിച്ചഴയ്ക്കുന്ന ദുരാത്മാക്കളോട് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദി.
യേശുവേ ആരാധന. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പാർലിക്കാടാണ്. എൻ്റെ പേര് പുന്നൂസ്. എനിക്ക് ഒരു 16 വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. ശക്തിയായിട്ട് ശ്വാസം മുട്ട് പോലുള്ള അസ്വസ്ഥതകളും ശ്വാസം ശരിക്കും വിടാൻ പറ്റായ്മ പോലെയും ഡോക്ടർമാർ, തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഡോക്ടർമാരെയും, മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട്, എല്ലാ ഡോക്ടർമാരെയും കാണുകയും എല്ലാ ചികിത്സകളും ചെയ്തു. ഞാൻ കയറിപ്പോരും ഈ മല കയറുമ്പോഴും കൂടിയും എനിക്ക് വളരെയധികം അസ്വസ്ഥതകളായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എന്തോ ഒരു പ്രത്യേകത പോലെ പെട്ടെന്ന് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയി. പച്ചവെള്ളം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയമായിരുന്നു. ഇതുവരെ ഉള്ള ദിവസങ്ങളിൽ പച്ചവെള്ളത്തിൽ കുളിക്കാനും ഇതൊന്നും എൻ്റെ മൂക്കടപ്പോ ശ്വാസം മുട്ടലോ അസുഖങ്ങളോ ഒന്നുമില്ല എനിക്ക്. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. എത്ര വർഷമായുള്ള അസുഖമാണ്? 15 വർഷത്തിന് മീതിയായി. 14 വർഷത്തിലധികം, 15 വർഷത്തോളമായുള്ള അസ്വസ്ഥത ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. എൻ്റെ പേര് ബ്രിജിറ്റ് പോൾ. വാഴക്കുളം ഇടവക, വാഴക്കുളത്ത് നിന്ന് വന്നിരിക്കുന്നു. എൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നീ പിതാവിനോട് എന്തു ചോദിച്ചാലും നിനക്കത് തരും. ആ വിശ്വാസത്തോടെ 25 വർഷക്കാലമായി എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖമായിരുന്നു. പല ഡോക്ടർമാരും ചികിത്സിച്ചു, യാതൊരു കുറവും കണ്ടില്ല. എല്ലാ ഡോക്ടർമാരും പറയും ടെൻഷനാണ്. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യമൊന്നും ദൈവം സഹായിച്ച് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ വിശ്വാസത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പോരുന്ന അന്ന് രാവിലെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദന അങ്ങ് പോയി. ഇവിടെ വന്ന് ധ്യാനത്തിന് വന്നിരുന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ ശക്തമായ തലവേദന. അവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഈശോയ്ക്ക് എൻ്റെ രോഗം മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവം എൻ്റെ തലവേദന എടുത്തു മാറ്റി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴും എനിക്ക് നല്ല തലവേദന. പക്ഷേ ആരാധനയുടെ സമയത്ത് എൻ്റെ തലവേദന എത്തിലേ പോയ നിർത്തില്ല. ശക്തമായ തലവേദനയായിരുന്നു. ആ തലവേദന എടുത്തു മാറ്റി. അതിനുശേഷം എനിക്ക് കാലിന് മസിലിന് കിടക്കുമ്പോൾ കാലിൽ മസിൽ കയറാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴെല്ലാം മസിൽ കയറാറുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ഈശോയോട് പ്രാർത്ഥിച്ചില്ല. പക്ഷേ എൻ്റെ മസിൽ കയറ്റം മാറി. അതുപോലെ തന്നെ ഒരു 3-4 വർഷക്കാലമായിട്ട് ഞാൻ മുട്ടുകുത്തില്ല. പള്ളി ചെന്നാൽ എനിക്ക് ഫ്രണ്ടിലിരുന്ന് കുർബാന കാണണം. അത് എൻ്റെ പണ്ട് തൊട്ടുള്ള ശീലമാണ്. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും രാവിലെ കുർബാനയ്ക്ക് പോകും. അവിടെ അടുത്ത് കോൺവെൻ്റ് ഉണ്ട്, അവിടെ പോകും. അപ്പോൾ സിസ്റ്റേഴ്സ് എനിക്കായിട്ടൊരു കസേരയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ കുർബാന കഴിഞ്ഞാലും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാലും ഞാൻ വന്ന കസേരയിലിരിക്കുള്ളൂ, മുട്ടുകുത്തിയല്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ആരാധനയുടെ സമയത്തല്ല മുട്ടുകുത്തി എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4 വർഷമായി മുട്ടുകുത്താൻ പറ്റാറുന്ന സഹോദരിക്ക് അത്ഭുതകരമായി മുട്ടുകുത്താനുള്ള ആ സൗഖ്യം ഈശോ നൽകി. 25 വർഷമായുള്ള മൈഗ്രെയിൻ അസുഖം വിട്ടുപോയി. ഇപ്പോൾ പിന്നെ അതിനുശേഷം തലവേദന ഉണ്ടായിട്ടുണ്ടോ? തലവേദന ഉണ്ടായിട്ടില്ല, മുട്ടുവേദന ഉണ്ടായിട്ടില്ല, മസിൽ കയറ്റം ഉണ്ടായിട്ടില്ല. 3 രോഗസൗഖ്യങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.